ഹലോ വെൽക്കം ബാക്ക് ടു HUV മലയാളം. നമ്മളിന്ന് കോർപ്പറേറ്റ് എന്തായാലും മറന്നുപോയി. ഹലോ വെൽക്കം ബാക്ക് ടു HUV മലയാളം. നമ്മളിന്ന് കോർപ്പറേറ്റീവ് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ബുക്കിലെ മൊഡ്യൂൾ 5ന്റെ കുറച്ച് ടോപ്പിക്സുകളാണ് നോക്കുന്നത്. എക്സാമിന് മുന്നേ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ടുള്ള രൂപത്തിലുള്ള കുഞ്ഞു ഷോർട്ട് ആക്കിയിട്ടുള്ള നോട്ടുകളാണ്. First, audit. Audit is an essential part of cooperative management. Cooperative management essential part ആണ് audit എന്ന് പറയുന്നത്. A cooperative society deals with the public funds and members' money, so it is necessary to ensure transparency, accountability and proper utilization of resources. കോപ്പറേറ്റീവ് സൊസൈറ്റി പബ്ലിക്കിന്റെ ഫണ്ടും അതേപോലെ തന്നെ മെമ്പേഴ്സിന്റെ മണിയൊക്കെയാണ് കൈകാര്യം ചെയ്യാറ്. അപ്പോൾ അതങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലും ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഓഡിറ്റ് നിർബന്ധമാണ്. സോ കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് കണ്ടക്ടഡ് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണ്. അതായത് ഒരു ബൈലോന്റെ പ്രകാരം ചെയ്യുന്ന ഓഡിറ്റിനെയാണ് നമ്മൾ പൊതുവെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയാറ്. കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരമാണ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഉള്ളത്. ഇറ്റ് ഹെൽപ്സ് ഇൻ എവാലുവേറ്റിംഗ് ദ ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ പെർഫോമൻസ് ഓഫ് ദ സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ ഫിനാൻഷ്യലും ഓപ്പറേഷണൽ പെർഫോമൻസ് ഒക്കെ എവാലുവേറ്റ് ചെയ്യാനാണ് നമ്മൾ ഓഡിറ്റിംഗ് നടത്തുന്നത്. എന്താണ് മീനിങ് നോക്കാം. കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ഓഫ് അക്കൗണ്ട്സ്, റെക്കോർഡ്സ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ടു വെരിഫൈ ദർ കറക്റ്റ്നെസ് ആൻഡ് എഫിഷ്യൻസി. കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ആണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെയും അതേപോലെ തന്നെ റെക്കോർഡ്സിന്റെയും അതേപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടക്കുന്ന ആക്ടിവിറ്റീസിലൊക്കെ എന്തെങ്കിലും കറക്റ്റ്നെസ്സോ എഫിഷ്യൻസിയോ കാര്യങ്ങളൊക്കെ എക്സാമിൻ ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതിൽ ഫിനാൻഷ്യൽ ഓഡിറ്റ് വരാറുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് വരാറുണ്ട്, അതേപോലെ തന്നെ മാനേജ്മെന്റ് ഓഡിറ്റ് വരാറുണ്ട്. ഈ ചെറിയൊരു ഡെഫിനിഷനാണ് കോപ്പറേറ്റീവ് ഓഡിറ്റിന്റെ. കോപ്പറേറ്റീവ് ഓഡിറ്റിംഗ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ഓഫ് ദ അക്കൗണ്ട്സ് ആൻഡ് അഫയേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ടു എൻഷുർ കറക്റ്റ്നെസ്, ലീഗാലിറ്റി ആൻഡ് എഫിഷ്യൻസി. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്തൊക്കെയെന്ന് നോക്കാം. ടു വെരിഫൈ അക്യുറസി ഓഫ് അക്കൗണ്ട്സിന്റെ ആക്യുറസി ടെസ്റ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിലും ഫ്രോഡ് ഉണ്ടെങ്കിലും ഡിറ്റക്ട് ചെയ്യുന്നു. Proper use of fund, examine compliance with laws and rules, then evaluate the efficiency of management, safeguard members' interest. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് വരുന്നത്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് നോക്കാം. ഇറ്റ് ഈസ് എ കമ്പൽസറി, അതായത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണ്. കണ്ടക്റ്റഡ് ബൈ ഗവൺമെന്റ് ഓഡിറ്റർ ഓർ ഓതറൈസ്ഡ് ഓഡിറ്റർ ആയിരിക്കും ഇത് കണ്ടക്ട് ചെയ്യാം. ഇറ്റ് കവേഴ്സ് ബോത്ത് ഫിനാൻഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്ട്സ്. ഫോക്കസ് ഓൺ സർവീസ് മോട്ടീവ്, നോൺ പ്രോഫിറ്റ്. പ്രോഫിറ്റിനല്ല ഇത് പൊതുവെ മുൻതൂക്കം കൊടുക്കാറ്, സർവീസ് മോട്ടീവിനാണ്. ദെൻ എൻഷുവേഴ്സ് പബ്ലിക് അക്കൗണ്ടബിലിറ്റി. ദെൻ സ്കോപ്പ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ദ സ്കോപ്പ് ഈസ് വൈഡർ ദാൻ ജനറൽ ഓഡിറ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് നോർമൽ ജനറൽ ഓഡിറ്റേക്കാളും ഒരുപാട് സ്കോപ്പ് ഉള്ളതാണ് കോപ്പറേറ്റീവ് ഓഡിറ്റിന്. ഒന്ന് വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ഒക്കെ വെരിഫൈ ചെയ്യുന്നുണ്ട്, അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സും അതുപോലെ തന്നെ വൗച്ചേഴ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യുന്നുണ്ട്. Examination of overdues, checking loan repayment, identifying defaulters. Then valuation of assets and liabilities, checking correctness of assets, ensuring proper valuation. Assets ന്റെ liabilities വാലുവേറ്റ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് അസറ്റ്സ് ഒക്കെ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്ത് നോക്കും, അതേപോലെ തന്നെ എൻഷുർ ആയിട്ട് വാലുവേറ്റ് ചെയ്യും. വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്, ക്യാഷ് ബുക്കും ബാങ്ക് ബാലൻസ് ഒക്കെ നല്ല രീതിയിൽ ചെക്ക് ചെയ്യും. Then examination of internal control, checking internal systems and identifying weaknesses. നമ്മൾ ഇന്റേണൽ കൺട്രോൾസ് എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്യും, എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിലൊക്കെ അത് ഐഡന്റിഫൈ ചെയ്യും. ദെൻ ചെക്കിംഗ് കംപ്ലയൻസ്, എൻഷുറിംഗ് റൂൾസ് ആൻഡ് ബൈലോസ് ആർ ഫോളോഡ്. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ലോസ് ആൻഡ് ബൈലോസ് ഒക്കെ ഉണ്ടായി, അതൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ഇവർ എല്ലാ കാര്യങ്ങളും നോക്കാറ്. ഇനി കോപ്പറേറ്റീവ് ഓഡിറ്റ് ഒരു 4 തരത്തിൽ വരുന്നുണ്ട്. നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. അത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണ്. മാൻഡറ്ററി ഓഡിറ്റ് ഉണ്ടല്ലോ, അതായത് ഒരു നിയമം പറയുന്നതാണ്, ആ ഒരു ഇതനുസരിച്ച് ചെയ്യുന്ന ഓഡിറ്റിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയാം. ഇന്റേണൽ ഓഡിറ്റ് എന്ന് വെച്ചാൽ വിത്തിൻ്റെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നടത്തുന്ന ഓഡിറ്റിനെയാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയാം. ദെൻ ഗവൺമെന്റ് ഓഡിറ്റ്, അതായത് ഗവൺമെന്റ് ഒഫീഷ്യൽസ് നടത്തുന്ന ഓഡിറ്റിനെയാണ് ഗവൺമെന്റ് ഓഡിറ്റ് പറയാം. സ്പെഷ്യൽ ഓഡിറ്റ് കണ്ടക്ടഡ് ഫോർ സ്പെസിഫിക് പർപ്പസും, അതായത് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ട് നടത്തുന്ന ഓഡിറ്റിനെയാണ് സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറയാം. ഈ ഓഡിറ്റ് മെമ്മറാണ്ടം ഉണ്ട്. മീനിങ് ഓഡിറ്റ് മെമ്മറാണ്ടം ഈസ് എ റെക്കോർഡ് ഓഫ് ഒബ്സർവേഷൻ, എറേഴ്സ് ആൻഡ് ഇറഗുലാരിറ്റീസ് ഫൗണ്ട് ഡ്യൂറിംഗ് ആൻ ഓഡിറ്റ്. ഒരു ഓഡിറ്റിന്റെ സമയത്ത് വല്ല ഇറഗുലാരിറ്റീസോ എറേഴ്സോ
അങ്ങനെ ആ ഒരു ഓഡിറ്റിനെ കുറിച്ചിട്ടുള്ള റെക്കോർഡ്സ് ഒക്കെ ഒബ്സർവേഷൻ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ഓഡിറ്റ് മെമ്മറാണ്ടം എന്ന് പറയാം. ആ ഒരു ഓഡിറ്റ് മെമ്മറാണ്ടത്തിൽ എന്തൊക്കെയുണ്ട് അതിന്റെ കണ്ടന്റ്സ് ആണ്. എറേഴ്സ് ആൻഡ് ഒമിഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യും. മിസ്സിംഗ് ഡോക്യുമെന്റ് വല്ല ഉണ്ടെങ്കിലും റെക്കോർഡ് ചെയ്യും. ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ട്രാൻസാക്ഷനെ കുറിച്ചിട്ടുള്ള റെക്കോർഡ് ഉണ്ടായിരിക്കും. പിന്നെ ഓഡിറ്റേഴ്സിന്റെ ക്വയറീസ് ഉണ്ടായിരിക്കും. ദെൻ റിപ്ലൈസ് ഫ്രം മാനേജ്മെന്റ്. ദെൻ ഇറ്റ് ഹെൽപ്സ് പ്രിപ്പയറിംഗ് ദ ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട്. അതായത് ഒരു ഓഡിറ്റ് നടക്കുമ്പോൾ ഓഡിറ്റർ ഒരു എല്ലാ കാര്യങ്ങളും വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ട് എഴുതുന്ന എറേഴ്സും മിസ്സിംഗ് ഡോക്യുമെന്റ് അയാൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയെല്ലാം എഴുതുന്ന ഒരു ഡോക്യുമെന്റിനെയാണ് നമ്മൾ ഓഡിറ്റ് മെമ്മറാണ്ടം എന്ന് പറയുക. ഇതാണ് ഫൈനൽ ആയിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഒരു ഹെൽപ്പ് ചെയ്യുന്നത്. ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ. ആഫ്റ്റർ ഓഡിറ്റ് സൊസൈറ്റീസ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ പെർഫോമൻസ്. എ ക്ലാസ് ആണെങ്കിൽ എക്സലന്റ്, ബി ക്ലാസ് ആണെങ്കിൽ ഗുഡ്, സി ക്ലാസ് ആണെങ്കിൽ ആവറേജ്, ഡി ക്ലാസ് ആണെങ്കിൽ പോർ. ഈ ഒരു കാറ്റഗറിയിൽ ഓഡിറ്റിനെ ക്ലാസിഫൈ ചെയ്യാൻ, അതായത് അവരുടെ പെർഫോമൻസ് ബേസിസ് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് നോക്കാം. ഇറ്റ് എൻഷുവേഴ്സ് ആക്യുറസി ഓഫ് അക്കൗണ്ടിന്റെ ആക്യുറസി ടെസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഫ്രോഡ്സും എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യുന്നു. എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നു. ബിൽഡ് കോൺഫിഡൻസ് എന്ന മെമ്പേഴ്സ്. എൻഷുവർ പ്രോപ്പർ മാനേജ്മെന്റ് ഹെൽപ്സ് ഡിസിഷൻ മേക്കിംഗ്. നല്ല രീതിയിൽ ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ നല്ലൊരു പ്രോപ്പർ മാനേജ്മെന്റിനെ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ മെമ്പേഴ്സിന്റെ ഇടയിൽ ഒരു ബിൽഡപ്പ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും സഹായിക്കുന്നു. ലിമിറ്റേഷൻസ് നോക്കണം. ടൈം കൺസ്യൂമിംഗ് ആണ്, കോസ്റ്റ്ലി ആണ്, ഡിപ്പെൻഡ് ഓൺ ഓഡിറ്റേഴ്സ് എഫിഷ്യൻസി, കനോട്ട് ഡിറ്റക്ട് ഓൾ ഫ്രോഡ്സ്. അതായത് ഒരുപാട് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. നല്ല കോസ്റ്റും ഉണ്ട് ഇതിന്. അതേപോലെ തന്നെ ഓഡിറ്റേഴ്സിന്റെ എഫിഷ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ ആൻസർ റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നെ എല്ലാ ഫ്രോഡ്സും ഡിറ്റക്ട് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല. പിന്നെ റോൾ ഓഫ് ഓഡിറ്റർ ആണ്. Examine accounts and records, verify transactions, report irregularities, suggest improvements, ensure legal compliance. എന്തൊക്കെയാണ് ഒരു ഓഡിറ്ററിന്റെ റോൾ എന്ന് വെച്ചാൽ അക്കൗണ്ട്സും റെക്കോർഡ്സ് ഒക്കെ എക്സാമിൻ ചെയ്യും, ട്രാൻസാക്ഷനിലുള്ള വെരിഫിക്കേഷൻ ഒക്കെ നോക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും ഇറഗുലാരിറ്റി ആണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യും. എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യും. പിന്നെ എൻഷുവർ ലീഗൽ കംപ്ലൈൻസ്, എന്തെങ്കിലും ഫോൾട്ട് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ലീഗലായിട്ട് മൂവ് ചെയ്യാനുള്ള റോളും ഓഡിറ്റർക്ക് ഉണ്ട്. Then cooperative audit is an essential tool for ensuring financial discipline, transparency and accountability in cooperative societies. It protects the interests of members and ensures smooth functioning of success of cooperatives. ഫിനാൻഷ്യൽ ഡിസിപ്ലിനും ട്രാൻസ്പെറൻസി ഒക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ടൂളാണ്. അതുപോലെ തന്നെ നമ്മുടെ മെമ്പേഴ്സിന്റെ ഇൻട്രസ്റ്റും അതേപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിനൊക്കെ സക്സസിനൊക്കെ ഇത് ഉപകാരപ്പെടും. സോ നമ്മൾ മോഡ്യൂൾ 5 വിത്ത് ഒരു കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്നുള്ള ഒരു ഭാഗം മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. ഇത് കുറച്ച് വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി അടുത്ത ഭാഗമായിട്ട് വരാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ഏതെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലോ കമന്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.